ഈ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ബി ജെ പി ഒരു RSS കൺട്രോൾഡ് ഓർഗനൈസേഷൻ, സംഘപരിവാർ ഓർഗനൈസേഷൻ, അതിൽ സംശയമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഒരു RSS മാനല്ല, ഒരു RSSകാരനല്ലാത്ത, RSSൻ്റെ ശാഖയിൽ പോയി വന്നിട്ടില്ലാത്ത ഒരാൾക്ക് ബി ജെ പിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പൊതുവിലുള്ളൊരു ചർച്ചയാണത്. അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ബി ജെ പിയിൽ അങ്ങ് ഒരു RSS മാൻ അല്ലാതെ വന്നിട്ട് എങ്ങനെയാണ്? അല്ല, RSSൻ്റെ ഒപ്പം എൻ്റെ ഇൻറ്ററാക്ഷൻസ് കുറച്ച് കൊല്ലമായിട്ട് ഉണ്ടല്ലോ. കർണാടക BJPൻ്റെ ഒപ്പം ഞാൻ പ്രവർത്തിക്കുമ്പോൾ അതല്ല എൻ്റെ ഒരു ഓൺഗോയിങ് റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഞാൻ RSSൻ്റെ ഭാഗമായിട്ടില്ല, അത് സത്യമാണ്. അത് ഞാനൊരു ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ആയിട്ട് കാണുന്നില്ല. പക്ഷേ എൻ്റെ RSS കേരള അവരുടെ ഒപ്പം എൻ്റെ ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, എല്ലാവരും ഞാൻ അറിയും. ഈ തെരഞ്ഞെടുപ്പിലും RSS സജീവമായി രംഗത്തുണ്ടോ? അങ്ങനെ RSSൻ്റെ ഒരു ഗുണം, RSSന് ഏറ്റവും ഗ്രാസ് റൂട്ടിൽ യൂണിറ്റുകളുള്ളത് ഒരുപക്ഷെ BJPയേക്കാൾ സക്രിയമായ ദൈനംദിന സംഘടനാശേഷിയുള്ള ആൾക്കാരാണ്. ദീപക്, ഞങ്ങൾ അങ്ങനെ RSSനെ എലക്ഷൻ വർക്കിൽ BJP അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നുമില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് പറയും, ഞങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഞങ്ങളുടെ എലക്ഷൻ സ്ട്രാറ്റജി ഇതാണ്, ഞങ്ങളുടെ നെറേറ്റീവ് ഇതാണ്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഇതാണ്, അതെല്ലാം ഞങ്ങൾ പറയും, അവതരിപ്പിക്കും. അത് RSSനും അവതരിപ്പിക്കും, മറ്റേ എല്ലാ ഓർഗനൈസേഷനും അവതരിപ്പിക്കും. അവരുടെ സപ്പോർട്ട് ഞങ്ങൾ തേടും. അത് 100% നിങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ ഒരു റെസ്പെക്റ്റ്ഫുൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. ബാക്കി അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യും, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അത് അങ്ങനെ അത് ഞാൻ അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. ചോദിക്കുന്നത് കറക്റ്റുമല്ല അത്. പക്ഷേ നോക്കൂ, നാടിന് നന്നാക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഒരു ആത്മാർത്ഥമായ ഒരു എഫേർട്ട് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നാട് നന്നാവണമെന്ന് എല്ലാവരും വിചാരിക്കുന്നവരും എല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. RSSൻ്റെ 100 വർഷം 100ാം പിറന്നാൾ ആഘോഷിച്ച വേളയിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. RSSനും ചില ലക്ഷ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ട്. നോക്കൂ, RSS എന്ന് പറഞ്ഞാൽ RSSനെ കുറിച്ച് കേരളത്തിൽ ഒരു പ്രചരണം, ഒരു പോയ്സൺ LDFും UDFും ജനങ്ങളെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 100 വർഷത്തിൽ RSS എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്യാമ്പയിനും ആ ഇൻഫർമേഷൻ ഗുണം ചെയ്യും, RSSനും ഗുണം ചെയ്യും. ഈ LDFനെയും UDFനെയും കയറ്റി വെച്ച വേഷത്തിനെ തോൽപ്പിക്കാനും ഗുണം ചെയ്യും. അത് നമ്മുടെ നാടിന് നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.